ഇപ്പൊ സമയം 7:42. നമുക്ക് ഈ ദിവസത്തെ പത്രവാർത്തകൾ കൂടി ഒന്ന് നോക്കിയാലോ. പ്രസ് സ്റ്റോപ്പിലേക്ക്. പ്രസ് സ്റ്റോപ്പിൽ ഇന്ന് നമുക്കിപ്പോൾ ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്ന് പത്രങ്ങളിൽ വ്യത്യസ്തമായ തലക്കെട്ടുകളാണ്. പല പത്രങ്ങളിലും ദേശീയ വാർത്തകളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാർത്തകളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്ന് പത്രങ്ങൾ എല്ലാ പത്രങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓണം വന്നു എന്ന് നമുക്കിപ്പോൾ പത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജുകൾ, ആദ്യത്തെ 1-2 പേജുകളൊക്കെ മുഴുവൻ പേജ് പരസ്യങ്ങളാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓണം വന്നു തുടങ്ങിയല്ലോ എന്ന്. മാവേലിയൊക്കെ കണ്ടു തുടങ്ങിയ ഒരു കാലം കൂടിയാണ്. ഏതായാലും വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, ദീപികയിലെ ഇന്നത്തെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വികസിത് ഭാരതത്തിൽ അയിത്തം എന്നാണ് ഹെഡ്ലൈൻ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാനിയിൽ താൻ പ്രസംഗിച്ച വേദിയിൽ ശുദ്ധീകരണത്തിനായി യാഗം നടത്തിയെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും ദളിതനുമായ മല്ലികാർജ്ജുൻ ഖാർഗെ. രാജ്യസഭയിൽ ഖാർഗെ തന്നെ ഇക്കാര്യം ഉന്നയിച്ചതോടെ കടുത്ത പ്രതിഷേധമുയർന്നുവെന്നാണ്. എന്നെ അവഹേളിച്ചു എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൂടി ദീപിക കൊടുത്തിട്ടുണ്ട്. ഖാർഗെ പ്രസംഗിച്ച വേദിയിൽ ശുദ്ധീകരണമുണ്ടായി, നടപടി എടുക്കണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യം പറയുന്നു. സംഭവം അങ്ങേയറ്റം ഖേദകരമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ കൂടി പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദീപിക അവരുടെ ഈ വാർത്ത ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. വീക്ഷണം പറയുന്നത് ഇരുണ്ട കാലം എന്നാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത വേദിയിൽ ശുദ്ധീകരണ ചടങ്ങുമായി സംഘപരിവാർ, ദളിത് വിഭാഗത്തോടുള്ള BJPയുടെ സമീപനം ഉയർത്തിക്കാട്ടി കോൺഗ്രസ് എന്നടക്കമുള്ള കാര്യങ്ങൾ ആണ്. ശ്രീരാമസേനയുടെ ശുദ്ധീകരണമാണ് നടന്നത് എന്നാണ് അതിൻ്റെ അശുദ്ധ മനസ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചിത്രം കൂടി വീക്ഷണം കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത വേദിയിൽ സംഘപരിവാർ നടത്തിയ ശുദ്ധീകരണ യജ്ഞം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെതിരെ ഉണ്ടായ വലിയ തരത്തിലുള്ള അധിക്ഷേപവും അയിത്തവുമാണ് എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് വീക്ഷണം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും പ്രധാനപ്പെട്ട തലക്കെട്ടാണ്. സുപ്രഭാതം പറയുന്നത് പതറി പിരിഞ്ഞു എന്നാണ്. അവസാന ദിനം മോദിയും അമിത്ഷായും സഭയിൽ മൗനം തന്നെ. പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പാർലമെൻറ്റ് വർഷകാല സമ്മേളനം സമാപിച്ചു എന്നാണ്. ശക്തരായി പ്രതിപക്ഷം എന്നൊരു സബ് ഹെഡ് കൂടി കൊടുത്തിട്ടുണ്ട്. സുപ്രധാന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി ആവശ്യപ്പെട്ട് വർഷകാല സമ്മേളനത്തിൻ്റെ അവസാന ദിനമായ ഇന്നലെ പാർലമെൻറ്റ് കവാടത്തിൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ അവിടെ പ്രതിഷേധിക്കുന്ന ചിത്രം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് സുപ്രഭാതം അവരുടെ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇത് കൊടുക്കുന്നത്. മറ്റു പത്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. മാതൃഭൂമിയിൽ പറയുന്നത് വന്നു കണ്ടു പോയി എന്നാണ്. മോദിയും ഷായും അവസാന ദിവസം സഭയിലെത്തി, ചർച്ചയില്ല, സമ്മേളനം വന്ദേ മാതരം ചൊല്ലി പിരിഞ്ഞു എന്നുള്ളതാണ്. രാജ്യസഭാ അധ്യക്ഷൻ്റെ വിരുന്നിൽ പങ്കെടുത്തു, സ്പീക്കറുടെ ചായ വേണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ്. അതായത് രാജ്യസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ രാജ്യസഭാ അധ്യക്ഷൻ്റെ വിരുന്നിൽ പങ്കെടുത്തെങ്കിലും സ്പീക്കറുടെ ചായ വേണ്ട എന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ MP-മാർ സ്പീക്കറുടെ ചായ വേണ്ട എന്ന് തീരുമാനിച്ചു. അതിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യം വിട്ട DMK മാത്രം പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമം പറയുന്നത് ദേ വന്നു പോയി എന്നാണ്. മോദിയും അമിത്ഷായും സഭയിൽ പുറത്തും പോര്, പാർലമെൻറ്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു എന്നുള്ള കാര്യമാണ് വാർത്തയെ കൊടുത്തിരിക്കുന്നത്. മനോരമയുടെ ഹെഡ്ലൈൻ അത് തന്നെയാണ്. ദേ പോയി ദാ വന്നു എന്നുള്ളതാണ്. അതിൻ്റെ അത്തരത്തിലൊരു ടേം ഉണ്ടാക്കിയ ആൾ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര മന്ത്രിയാണ്. അദ്ദേഹം ഉണ്ടായിരുന്ന ലോക്സഭയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദേ പോയി ദാ വന്നു എന്നുള്ള ഹെഡ്ലൈൻ ഇന്ന് മനോരമയും കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാധ്യമത്തിൽ മറ്റൊരു ഹെഡ്ലൈൻ കൂടിയുണ്ട്. അത് വെട്ടിപ്പും തട്ടിപ്പും എന്നാണ്. മെസ്സി വരവ് ഉചിത അന്വേഷണം ഉടൻ എന്നാണ്. മുൻ സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സി ഉൾപ്പെടെ അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരാനെന്ന പേരിൽ നടത്തിയ തട്ടിപ്പിൽ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ എന്നാണ് മാധ്യമം ഒന്നാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര ഏജൻസികൾക്ക് റഫർ ചെയ്യേണ്ടി വന്നേക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അത് കുറെ കൂടി കടുപ്പിക്കുന്നു. അതൊരു പൊളിറ്റിക്കലി തന്നെ കുറെ കൂടെ ശക്തമായി ഉന്നയിക്കുന്നത്
ഉന്നയിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികളുമായി മുമ്പോട്ട് പോകാനും സംസ്ഥാന സർക്കാർ UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു LDF-നെതിരെ എന്നതുകൂടിയാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. മനോരമ പറയുന്നത് സർവം മായ എന്നാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും ഒപ്പിട്ട കരാറിലെ കൂടുതൽ ചട്ടലംഘനങ്ങൾ പുറത്ത് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മെസ്സി വിവാദം, സർക്കാരില്ലാത്ത കരാറിൽ സർക്കാർ വിവരങ്ങൾ, സർക്കാർ ആ കരാറിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും സർക്കാരിൻ്റെ വിവരങ്ങൾ ആ കരാറിലുണ്ട് എന്ന് പറയുന്നു. സ്പോൺസർക്ക് പിഴ, നയതന്ത്ര ഇടപെടലുമായി കായിക വകുപ്പ് എന്നാണ്. അന്നത്തെ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി സാക്ഷിയായി ഒപ്പിട്ട കരാറിൻ്റെ ഒരു പകർപ്പ് കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്ന് മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സർവം മായ എന്ന പേരിൽ ആ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. മംഗളത്തിലും ഈ വാർത്തയുണ്ട്. മംഗളം പറയുന്നത് GST തട്ടിപ്പ് വ്യക്തം, തുക ഈടാക്കുമെന്നാണ്. വെട്ടിപ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കണ്ടെത്തി 7 മാസം അന്വേഷണം മരവിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെക്കുന്നു. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിനെ കുറിച്ചുള്ള കായിക വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റിപ്പോർട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദീപിക ആ വാർത്ത ഇന്ന് മംഗളം ആ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ദേശാഭിമാനി പറയുന്നത് സതീശൻ്റെ നുണകൾ തൂഫാനായി എന്നാണ്. രാസലഹരി മാഫിയുമായി പണ്ടേ ബന്ധമുണ്ട് എന്ന് കൂടി ദേശാഭിമാനി പറയുകയാണ്. മാധ്യമവിലക്ക് മെറ്റയോട് നിർദ്ദേശിച്ചത് സർക്കാർ തന്നെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ചിത്രം ചേർത്ത് വെച്ചുകൊണ്ട് 2021 മുതൽ VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ മുഹമ്മദ് ഹുസൈൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചപ്പോൾ എന്നാണ്. MDMA കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഹുസൈനെ നവകേരള സദസ്സിന് ശേഷമാണ് ആദ്യമായി കണ്ടതെന്ന മുഖ്യമന്ത്രി VD സതീശൻ്റെ വാദം പൊളിഞ്ഞു എന്നുള്ള കാര്യം പറയുന്നു. അടുത്ത വാർത്ത, സ്വന്തക്കാർ കുടുങ്ങി തൂഫാന് വിലങ്ങിട്ടു എന്നാണ് ദേശാഭിമാനി മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നോഡൽ ഓഫീസറെ മാറ്റി എന്നാണ്. എൻ്റെ പിള്ളേരെ തൊടുകൂട എന്ന ചൂണ്ടൊരു കാർട്ടൂൺ കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാർ MDMA-യുമായി പിടിയിലായതിന് പിന്നാലെ ഓപ്പറേഷൻ തൂഫാന് വിലങ്ങിട്ട് സർക്കാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് നടപ്പാക്കിയ പദ്ധതിക്കാണ് 3 മാസം തികയും മുമ്പേ ഈ ഗതി. പദ്ധതി ഇനി പെറ്റി കേസുകളിലും ബോധവൽക്കരണത്തിലും ഒതുങ്ങും എന്നാണ് ദേശാഭിമാനി അവരുടെ ഒന്നാമത്തെ പേജിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്ത ജനയുഗത്തിൽ ഉള്ള അത് CPIയുടെ മുഖപത്രമാണ്. CPIക്ക് തന്നെ ഉണ്ടായ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് അതിലെ ആ ഹെഡ്ലൈൻ. തോൽപ്പിക്കാനാകില്ല എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഡൽഹിയിലേക്ക് CPI ബുക്ക് ചെയ്ത ട്രെയിൻ വിലക്കി. സാധ്യമായ മാർഗത്തിലൂടെ സമരത്തിനെത്തും. പ്രക്ഷോഭങ്ങളെ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലൂടെ തകർക്കാൻ ശ്രമമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്ന സംസ്ഥാന വ്യാപക പ്രതിഷേധം എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ജനയുഗം ഈ വാർത്ത അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ജന്മഭൂമിയിലൊരു വാർത്തയുണ്ട്. അത് ഇങ്ങനെയാണ്. അത് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. നിയമമുണ്ട് പക്ഷേ എന്നാണ്. വന്ദേ മാതരം ആലാപനം ഞങ്ങൾക്ക് ഞങ്ങളുടെ നയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ്. വന്ദേ മാതരം മുഴുവനായി ആലപിക്കുന്നത് സംബന്ധിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിക്കില്ലെന്ന് പറയാതെ പറഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ എന്ന് ജന്മഭൂമി അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെട്രോ വാർത്തയിൽ പറയുന്നത് PSCയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അവരിന്ന് പ്രധാനപ്പെട്ട തലക്കെട്ടാക്കിയിരിക്കുന്നത്. നടന്നത് വഴിവിട്ട കാര്യങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന വാർത്തയാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നടന്ന ക്രമക്കേടുകളെ പറ്റി ഗൗരവമായ അന്വേഷണത്തിന് സർക്കാർ തുടക്കമിട്ടിരിക്കുകയാണെന്നും പുറത്തു പറയാൻ പോലും പറ്റാത്ത വിധമുള്ള വഴിവിട്ട കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറിയാനായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ള കാര്യമാണ് മെട്രോ വാർത്ത അവരുടെ ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കൗമുദി ഇതൊന്നുമല്ലാത്ത മറ്റൊരു വാർത്തയാണ് ഇന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടാക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യം പ്രധാനം, ചേരുവ മുന്നറിയിപ്പ് പാക്കറ്റിന് മുന്നിൽ വേണം, വാണിംഗ് എന്നുള്ള കാര്യമാണ്. 2 ആഴ്ചക്കകം നടപ്പാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ഇല്ലെങ്കിൽ നേരിട്ട് വിധി പ്രഖ്യാപിക്കും എന്നാണ്. കഴിക്കുന്നത് എന്തെന്ന് അറിയണം എന്ന് കോടതി പറഞ്ഞ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് MP പ്രദീപ് കുമാർ അദ്ദേഹം ഡൽഹിയിലെ സുപ്രീം കോടതി റിപ്പോർട്ടിംഗ് നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ബൈലൈനോട് കൂടി ആ വാർത്ത വന്നിരിക്കുന്നത്. പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ അധിക അളവിൽ പഞ്ചസാരയും ഉപ്പും കൊഴുപ്പുമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം പാക്കറ്റിൻ്റെ മുൻവശത്ത് തന്നെ രേഖപ്പെടുത്തണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജനങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ എന്ന് കമ്പനികളോട് ചോദിക്കുന്നു. പ്രത്യേകിച്ചും വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ, കോർപ്പറേറ്റുകളുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുകയാണോ എന്നും ചോദിച്ചു എന്നുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കേരള കൗമുദിയുടെ ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അവർ ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സ്പോർട്സ് പേജ് 2 സ്പോർട്സ് വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. അതിൽ ഡബിൾ PSG എന്നാണ് ഇന്ന് ദേശാഭിമാനിയുടെ സ്പോർട്സ് പേജിലെ
അവരുടെ വാർത്ത. PSG തുടർച്ചയായ രണ്ടാം തവണയും സൂപ്പർ കപ്പ്. ആസ്റ്റൺ വില്ലയെ 2-1 തോൽപ്പിച്ചു. ചിത്രമടക്കം ചേർത്ത് വെച്ചുകൊണ്ട് ദേശാഭിമാനി അവരുടെ വാർത്ത ഇന്ന് സ്പോർട്സ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇന്ന് മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നത്. സൂപ്പർ ജർമ്മൈൻ, പാരീസ് സൂപ്പർ ജർമ്മൈൻ എന്നാണ് യുഫെഫ സൂപ്പർ കപ്പ് കിരീടം നിലനിർത്തി PSG എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മാധ്യമവും ഈ വാർത്ത ഇന്ന് അവരുടെ സ്പോർട്സ് പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദീപികയുടെ എഡിറ്റോറിയൽ പേജിൽ പറയുന്നത് ഫെഡറലിസത്തെ തുരക്കുന്ന ധാതു ഖനന ഭേദഗതി എന്നാണ്. സംസ്ഥാനങ്ങളിൽ നിന്ന് ഖനന നിയന്ത്രണ അധികാരം എടുത്തുമാറ്റാൻ വ്യവസ്ഥകളുള്ള ധാതു ഖനന ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. സംസ്ഥാനത്തിന്റെ ആഴക്കടൽ തീരഖനന സാധ്യതകൾ സ്വകാര്യ കുത്തകകളിലേക്ക് എത്തുമെന്ന ആശങ്ക കേരളത്തിനുണ്ട്. ഇത്തരം നിയമങ്ങളെ ഒറ്റക്കെട്ടായി ചേർത്ത് തോൽപ്പിക്കേണ്ടത് ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നാണ് ദീപിക പറയുന്നത്. സംസ്ഥാനത്തിലെ അവശേഷിക്കുന്ന അധികാരങ്ങളിൽ കൂടി പലതും കവർന്നെടുക്കാൻ സമഗ്രാധിപത്യ സ്വഭാവമുള്ള കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുമ്പോൾ ഭരണഘടനാ ശില്പികൾ സങ്കല്പിച്ച ഫെഡറൽ സ്വഭാവത്തിന്റെ അടിത്തറ ഇളക്കുകയാണ് എന്നുകൂടി ദീപിക അവരുടെ എഡിറ്റോറിയൽ പറയുന്നു. എഡിറ്റോറിയൽ പേജിൽ മറ്റൊരു വാർത്ത കൂടിയുള്ളത് അത് മാധ്യമത്തിലാണ്. അത് ഹസനുൽ ബെന്ന എഴുതിയ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനമാണ്, ഡൽഹി ഡയറി എന്ന പേരിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയോടുകൂടി ഇത്തവണത്തെ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം അവസാനിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ ഭാഗ്യപത്രം എന്താണ് എന്നാണ് പറയുന്നത്. രാഹുലിനോട് തോറ്റ് ഉള്ളത്തിൽ ഭയമേറിയവർ എന്നാണ് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. പ്രതിപക്ഷത്തെ മുഴുവൻ പിന്നിൽ നിർത്തി മോദിയെയും അമിത്ഷായെയും എങ്ങനെ തിരിച്ച് ഭയപ്പെടുത്താമെന്നാണ് രാഹുൽ ഗാന്ധി വർഷകാല സമ്മേളനത്തിലൂടെ കാണിച്ചു കൊടുത്തത്. രാഹുൽ പകർന്നു നൽകിയ ഈ ധൈര്യം ഓരോ പ്രതിപക്ഷ എംപിയുടെയും സംസാരങ്ങളിലും പ്രതികരണങ്ങളിലും പ്രതിഫലിച്ചു എന്നാണ്. 12 വർഷത്തിനിടെ ഇത്രത്തോളം ശക്തമായ തരത്തിൽ പ്രതിപക്ഷം വന്നത് ആദ്യമായാണ് എന്ന് പറയുകയാണ് ഈ ലേഖനം. അങ്ങനെ അതിൽ രാഹുൽ നടത്തിയ മനഃശാസ്ത്ര യുദ്ധം എങ്ങനെയായിരുന്നു, പപ്പുവിനോടേറ്റ തോൽവിയുടെ ആഴം, പാർലമെന്റിലേക്ക് ആവാഹിച്ച ജെൻസി സമരം, ഒരു പാർലമെന്റിൽ നിന്ന് ഒലിച്ചുപോയ ഭയപ്പാട്, അതായത് നേരത്തെ എംപിമാർ പാർലമെന്റിനകത്ത് പോലും അവർക്കുണ്ടായിരുന്ന ഭയം ഒലിച്ചുപോയി എന്ന് ഈ ലേഖനം പറയുന്നുണ്ട്. ഒരു പാർലമെന്റ് സമ്മേളനം നൽകിയ ആത്മവിശ്വാസം എന്നാണ്. അതായത് ഈ മൺസൂൺ സമ്മേളനം കഴിയുന്നതോടുകൂടി ഒരുപക്ഷെ പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രതിപക്ഷ എംപിമാരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നുള്ളതാണ്. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് പശ്ചിമ ബംഗാളിൽ ആദ്യമായി അധികാരം പിടിച്ച BJP അങ്ങനെ അധികാരം പിടിക്കുകയും അവിടെയുള്ള എംപിമാർ കൂറുമാറുകയും അവർ രാജ്യസഭയിലടക്കം BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും തമിഴ്നാട്ടിൽ DMKയുടെ ഒരു പരസ്യമായില്ലെങ്കിൽ പോലും രഹസ്യമായ പിന്തുണയൊക്കെ ഉണ്ടായി വളരെ ശക്തമായി പലതരത്തിലുള്ള നിയമ ഭേദഗതികൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമ്മേളനം എന്ന നിലയിൽ തുടങ്ങിയ വർഷകാല സമ്മേളനം ഒടുവിൽ ഇതൊന്നുമില്ലാതെ അവസാനിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ എംപിമാരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഈ സമ്മേളനത്തിന് ശേഷമുള്ള അവരുടെ കാലം എന്നുകൂടിയാണ് ഈ ലേഖനം പറയുന്നത്. ഏതായാലും ഇങ്ങനെ വ്യത്യസ്തമായ വാർത്തകൾ കൊണ്ട് നിറഞ്ഞതാണ് ഇന്ന് യഥാർത്ഥത്തിൽ എല്ലാ പത്രങ്ങളും. തിരിച്ച് സേതുവിലേക്ക്.